ധീരസഖാവ്, ധീരനായകൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരാഞ്ജലികൾ. അപ്പോ വീണ്ടും ഇതൊരു തവണയല്ല, 3 തവണയാണ് ഇത് ഒരേ രീതിയിൽ പറഞ്ഞത്. പുന്നപ്ര സമരത്തിലെ നായകൻ, ധീരൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരാഞ്ജലികൾ. കുറ്റം പറയാനൊക്കില്ല. കാരണം ഈ ദുരിതാശ്വാസ കിറ്റിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ കിറ്റിൽ പോലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അച്ചടിച്ച് ഇറക്കുന്ന ഒരു കാലമാണ്. അപ്പൊ എല്ലാത്തിലും മുഖ്യമന്ത്രി വന്നപ്പോൾ ഇതിലും പെട്ടുപോയതായിരിക്കും. അല്ല അതിനൊരു കാരണം, 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. വീഡിയോയിൽ ഭരണഘടന എഴുതിയത് ആര് എന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. ഈ യൂട്യൂബേഴ്സ് ഈ കുട്ടികളോട് ചോദിക്കുന്നു. അപ്പൊ അതിൽ 2-3 പേർ പറഞ്ഞത് ഭരണഘടന എഴുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. അത് ശരി. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കും. അതാണ് അവരുടെ മനസ്സിൽ പിണറായി വിജയൻ അപ്പുറം. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണ്, ആളുകളോട് സംസാരിക്കാത്ത, ചിരിക്കാത്ത, ധാർഷ്ട്യമുള്ള, കടക്ക് പുറത്തെന്ന് പറയുന്ന, എല്ലാ രീതിയിലും എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആർക്കും ഒന്നും ചെന്ന് പറയാൻ അനുവാദമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, നമുക്കൊക്കെ എത്രയോ അടി ദൂരെയായ ഒരു മുഖ്യമന്ത്രി, ഇങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിൽ. അതിനുശേഷം ഞാൻ ഇന്നലെ ഈ VS അച്യുതാനന്ദൻ മരിച്ച ദിവസം ഞാൻ ബസ്സിലായിരുന്നു. ബസ്സിലിരുന്നപ്പോൾ ഒരു 2 +2 പഠിക്കുന്ന കുട്ടികൾ പറയുകയാണ്, നാളെ അവധിയായിരിക്കും. അപ്പോൾ മറ്റേ കുട്ടി ചോദിക്കുന്നത്, അതെന്താ VS എന്ന് പറയുന്ന ഒരാൾ മരിച്ചു, അപ്പൊ ഇപ്പുറത്തേക്കുന്ന കുട്ടി ചോദിക്കുന്നു, അതാരാ? അത് 103 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ.